നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാഹുൽ കൊടും ചതിയനും വഞ്ചകനുമാണെന്ന് വയനാട്ടിലെ ജനങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞാൽ നമ്മൾക്ക് അവർക്കൊപ്പം നിൽക്കാനേ തൽക്കാലം സാധിക്കത്തുള്ളൂ. കാരണം രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലിയിലേക്ക് പോവുകയാണ്. ഒരു കണക്കിന് നോക്കിയാൽ വയനാട്ടിലെ ജനങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ അവിടുത്തെ വോട്ടർമാരോട് രാഹുൽ ഗാന്ധി കാണിച്ചത് ചതിയാണ്, കൊടും ചതി. ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഈ ഒരു ചതിക്ക് രാഹുൽ ഗാന്ധി മാപ്പ് അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയാം. മറ്റൊരു സ്ഥലത്ത് നിന്ന് മത്സരിക്കുന്ന വിവരം പോലും രാഹുൽ ഗാന്ധി വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം അവിടെ നിന്ന് 6 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് സമാഹരിച്ചത്, അല്ലെങ്കിൽ തന്റെ പെട്ടിക്കുള്ളിലാക്കിയത്. എന്നിട്ടോ അവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്നത് കൊടും ക്രൂരതയും. വിജയിച്ച ശേഷം വയനാട് ലോക്സഭാ മണ്ഡലം ഉപേക്ഷിക്കാനുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അധാർമികതയാണ് എന്ന് CPM ദേശീയ നേതാവും മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥിയുമായിരുന്ന ആനി രാജ പറഞ്ഞു. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് വയനാട്ടുകാരോട് മുൻകൂട്ടി പറയാമായിരുന്നു. ഇത് വയനാട്ടുകാരോടുള്ള വഞ്ചനയായി. എത്ര മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കാനുള്ള അവകാശം രാഹുൽ ഗാന്ധിക്കുണ്ട്. എന്നാൽ അത് മുൻകൂട്ടി പറയാമായിരുന്നു. രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്ത പ്രവൃത്തിയാണ് ഈ പിന്മാറ്റമെന്നും ആനി രാജ പറഞ്ഞു. വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ താൻ തന്നെയാവും മത്സരിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ വയനാട് ഉപേക്ഷിക്കുന്നത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. തങ്ങളെ പറഞ്ഞു പറ്റിച്ചുവെന്ന വികാരം വയനാട്ടുകാർക്ക് ഇപ്പോഴുമുണ്ട്. ഇത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ഭീതിയുമുണ്ട്. വയനാട് സീറ്റ് രാഹുൽ ഉപേക്ഷിക്കരുതെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് രാഹുൽ റായ്ബറേലിയിലേക്ക് പോകുന്നതും. രാഹുൽ രാജിവെക്കുന്നതോടെ 6 മാസത്തിനുള്ളിൽ മണ്ഡലത്തിൽ ഇതേ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആവർത്തിക്കണം. രാഹുൽ ഗാന്ധിയുടെ പരാജയ ഭീതി മൂലം ഇതുവരെയുള്ള പണച്ചെലവുകളും രാഷ്ട്രീയ കക്ഷികളുടെ അധ്വാനവും എല്ലാം പാഴായി പോയി എന്ന് ചുരുക്കം.